ഹലോ, വെൽക്കം ബാക്ക് ടു EduSpark. ഇന്ന് നമ്മൾ BEd സെക്കൻഡ് സെമസ്റ്റർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ മൊഡ്യൂളിൽ ഉള്ള കണ്ടന്റുകളാണ് ഇൻട്രൊഡക്ഷൻ, meaning of environment, definition of environment, types of environment and its components, environmental awareness, environmental attitude, ecological intelligence, ecological sensitivity, meaning and definition of environmental education, characteristics of environmental education, objectives of environmental education, need for environmental education, importance of environmental education and scope of environmental education. The word environment has been etymologically derived from the French word environia, which means around. Environment refers to the surroundings or conditions in which a person, animal or plant lives or operates. Anesthesia, environment is everything that affects the individual except his genes. So environment എന്ന് പറയുന്നത് എൻവിറോണിയ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എറൗണ്ട് എന്നാണ്. എൻവയോൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണെ, ആനിമലിനെ, പ്ലാന്റിനെ ചുറ്റി നിൽക്കുന്ന സറൗണ്ടിങ്സിനെയോ കണ്ടീഷൻസിനെയോ ആണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അനാസ്തസി എന്ന് പറയുന്ന എൻവയോൺമെന്റലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെന്റ് എന്ന് പറയുന്നത് it is everything that affects the individual except his gene. എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻഡിവിജ്വലിനെ, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹ്യൂമൻ ബീയിങ്ങിനെ എഫക്ട് ചെയ്യും, പക്ഷെ അവരുടെ ജീൻസിനെ എഫക്ട് ചെയ്യുന്നില്ല. Now let's start with the introduction. What is environment? Environment എന്ന് വെച്ചാൽ എന്താ? എൻവയോൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന എല്ലാം, മൗണ്ടെയിൻസ്, ഫോറസ്റ്റ്, റിവർ, ഓഷൻ, blue lakes, waters, minerals, animals, birds, insects, the tiny and invisible microorganisms. ഇതെല്ലാം കൂടി ചേർന്നുണ്ടായതാണ് നമ്മുടെ പ്ലാനറ്റ് എർത്ത് അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ എൻവയോൺമെന്റിനെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടോ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഹാസ് ബീൻ ഒക്കേർഡ്. Because of environmental pollution, improper and unscientific exploration of natural resources, it has posed a great danger threatening the very existence of man, plant and animal life on earth. അപ്പോൾ ഇങ്ങനെ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് നടന്ന കാരണം, നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തതിന് കാരണം മനുഷ്യന്റെയും പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ എക്സിസ്റ്റൻസ്, ഭൂമിയിലുള്ള എക്സിസ്റ്റൻസ് ഇപ്പോൾ ത്രെട്ടനിങ് സ്റ്റേറ്റിലാണ് ഉള്ളത്. So there is a need to increase awareness and understanding to find out the effective ways to manage them. അപ്പൊ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണമെങ്കിൽ മനുഷ്യർക്കിടയിൽ നമ്മൾ എന്തുണ്ടാക്കണം? ഒരു അവയർനെസ്സും അണ്ടർസ്റ്റാൻഡിങ്ങും ജനറേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു അവയർനെസ്സും അണ്ടർസ്റ്റാൻഡിങ്ങും ജനറേറ്റ് ചെയ്യണമെങ്കിൽ we should have education on environment and its problems. So environmental education എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. What is the meaning of environment? In dictionary, environment is a surrounding or an external condition which influence the development or growth of people, animal, plants, living or working conditions. മനുഷ്യന്റെയും ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ കണ്ടീഷൻസിനെയാണ് എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത് എന്നതാണ് ഡിക്ഷണറിയുടെ മീനിങ് എന്ന് പറയുന്നത്. Environment as a representative of physical component of the earth, wherein man is the important factor affecting the environment. A Goody in his book The Nature of the Environment. Definition of environment. Environment is anything immediately surrounding an object and exerting a direct influence on it, according to P. Gisbert. P. Gisbert എന്താ പറയുന്നത്? According to him, environment എന്ന് പറയുന്നത്
is anything immediately surrounding an object. ഇപ്പോൾ നമ്മളെ തന്നെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഇമ്മീഡിയറ്റ് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ, ആ സാധനങ്ങൾ നമുക്കുള്ളിൽ ഒരു ഇൻഫ്ലുവൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. According to E.J. Rose, environment is an external force which influences us. E.J. Rose പറയുന്നത് environment എന്ന് പറയുന്നത് is an external force, പുറത്തുള്ള ഒരു ഫോഴ്സ് ആണ് which influence us. Douglas and Holland says that the term environment is used to describe in the aggregate all the external forces, influences and conditions which affects the life, nature, behavior and the growth and development and maturity of living organism. Douglas and Holland പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസംസിന്റെ മെച്യൂരിറ്റിക്ക്, ഡെവലപ്മെന്റിന്, ഗ്രോത്തിന് ഒക്കെ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ലൈഫിനെ, നേച്ചറിനെ, ബിഹേവിയറിനെ ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അതിനെ എഗ്രിഗേറ്റ് ചെയ്ത് അതിനെ എല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻവയോൺമെന്റ്. സോ വാട്ട് ഈസ് ആൻ എൻവയോൺമെന്റ്? അക്കോർഡിംഗ് ടു ഡഗ്ലസ് ആൻഡ് ഹോളണ്ട്, ദിസ് ഈസ് ദാറ്റ് ഏതൊരു ലിവിങ് ഓർഗാനിസത്തിന്റെയും ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബിഹേവിയറിനെയും നേച്ചറിനെയും ലൈഫിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസിനെയും ഒരുമിച്ച് നമുക്ക് എന്തെന്ന് വിളിക്കാം? എൻവയോൺമെന്റ് എന്ന് വിളിക്കാം. Types of environment and its component. Environment. There are two kinds of environment: natural environment and man-made environment. What is a natural environment? Natural environment എന്ന് വെച്ചാൽ എന്താ? It consists of air, water, land, forest, mountains, radiations, living organisms such as animals, birds, reptiles and microorganisms like bacteria, virus and fungus as its components. അപ്പോൾ ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ നമുക്ക് കാണാം? എയർ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, ലാൻഡ് ഉണ്ടാവും, ഫോറസ്റ്റ് ഉണ്ടാവാം, മൗണ്ടെയിൻസ് ഉണ്ടാവാം, റേഡിയേഷൻസ്, അതായത് റേഡിയേഷൻസ് ചെയ്യുന്നു, ലിവിങ് ഓർഗാനിസംസ് സച്ച് ആസ് ആനിമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, മൈക്രോ ഓർഗാനിസംസ് ആയ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എല്ലാം ഉള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നാച്ചുറൽ എൻവയോൺമെന്റിനെ എഗെയിൻ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എൻവയോൺമെന്റ്. Abiotic environment is something which do not have life. Biotic environment consists of living organisms. Okay, something which has life. ജീവനുള്ള കാര്യങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് ബയോട്ടിക്. ജീവനില്ലാത്തതിനെ പറയുന്ന പേരാണ് അബയോട്ടിക് എന്ന് പറയുന്നത്. Now, abiotic environment has three components: lithosphere, hydrosphere and atmosphere. What is lithosphere? Lithosphere consists of rocks and soils. What is hydrosphere? It consists of oceans, seas, rivers, streams, lakes, groundwater, etc. Then atmosphere, it consists of gaseous envelope extending to a height of 20,000 kilometers. So lithosphere എന്ന് വെച്ചാൽ എന്താ? ഭൂമിയിലുള്ള മണ്ണ്, റോക്സ്, മൗണ്ടെയിൻസ് എല്ലാം ലിത്തോസ്ഫിയറിലാണ് വരുന്നത്. ഹൈഡ്രോസ്ഫിയർ, എനിത്തിങ് that comes under water body, അതായത് ഓഷൻസ്, റിവർ, ലേക്ക് ഒക്കെ വാട്ടർ ബോഡീസ് ആണ്. ഗ്രൗണ്ട് വാട്ടർ, അതിനെല്ലാം നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്ഫിയർ. then എന്താണ് അറ്റ്മോസ്ഫിയർ? ഗ്യാഷ്യസ് എൻവലപ്പിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ is again classified into 5 types: exosphere, thermosphere, mesosphere, stratosphere and troposphere. Now going back to the biotic environment. Biotic environment are those organisms living on the land and those living in water. അപ്പോൾ ബയോട്ടിക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് എന്തുണ്ടായിരിക്കും? ലൈവ്ലി ആയിട്ടുള്ള ലൈഫുള്ള എൻവയോൺമെന്റ് ആണ്. അപ്പൊ അത് ലാൻഡിലും ഉണ്ടാവാം, വാട്ടറിലും ഉണ്ടായിരിക്കാം. So it is again classified into two: terrestrial organisms where life is in the land, aquatic organisms where life is in the water. Terrestrial organisms has been classified into 3: flora, fauna and others. Aquatic organisms are classified into 3: freshwater, marine and estuarine. So what is flora? Flora in which forest,
പ്ലാന്റ്, ഗ്രാസ്, ക്രോപ്സ് എന്ന് പറയുന്നതെല്ലാം. So flora consists of living organisms which cannot move by their own. സ്വയം നടക്കാൻ സാധിക്കാത്ത, സ്വയം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ്മെന്റ് പോസിബിൾ അല്ലാത്ത ലിവിങ് ഓർഗാനിസംസ് ആണ് ഇതിനെ ജനറലി നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോറ. Fauna is living organisms which can move from one place to another by their own. സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന living organismsനെ നമ്മൾ വിളിക്കുന്ന പേരാണ് fauna. For example, animals, mammals and other species. Then others. So in this ഇതിനെ കീഴിൽ വരുന്നതാണ് മൈക്രോ ബാക്ടീരിയാസ്, ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതെല്ലാം. Now aquatic organisms. What is an aquatic organism? Living organisms in water body. So they are being classified into three: freshwater, marine and estuarine. Freshwater എന്ന് വെച്ചാൽ ഓർഗാനിസംസ് ഫ്രഷ് വാട്ടറിലുള്ളത്, എക്സാമ്പിൾ റിവർ, പോണ്ട്, ലേക്ക് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. മറൈൻ യൂണോ, ലിവിങ് ഓർഗാനിസംസ് ഇൻ ദ മറൈൻ വാട്ടർ, സീയിലുള്ളത്, ഓഷനിലൊക്കെ എക്സാമ്പിൾ ആണ്. ദെൻ എസ്റ്ററീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്രഷ് വാട്ടറും മറൈൻ വാട്ടറും ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത്. അപ്പൊ അവിടെയുള്ള ഓർഗാനിസംസിന്റെ പ്രത്യേകത എന്തായിരിക്കും? They can live both in fresh water and marine water. Now moving on to the another category or another type of environment, which is man-made environment created by man. Man has modern technology. He is able to expand transport facility, build a dam, increase housing facility, produce and use nuclear, hydraulic and thermal power, etc. The man-made environment can be divided into inner environment and outer environment. Inner environment consists of rules and traditions, laws and regulations, where outer environment consists of the building, road, bridge, etc., transportation and communication systems for the particular ecosystem. Okay, so ഇത്രയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. See you on the next class. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇതാ, മാക്സിമം ഞാൻ റിപ്ലൈ തരാം. താങ്ക് യു.